നമുക്കിനി പാലക്കാട്ടേക്ക് പോകാം. അവിടെ ത്രികോണപ്പോരിൽ ഇത്തവണ അനായാസ വിജയം UDF നേടുകയായിരുന്നു. 13,147 വോട്ടാണ് രമേശ് പിഷാരടിയുടെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. ജില്ല മൊത്തത്തിലെടുത്താൽ CPIM ഇത്തവണയും അവിടെ മൂന്നാം സ്ഥാനത്തേക്ക്, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. മറ്റൊരു ശ്രദ്ധേയ മണ്ഡലത്തിൽ VT ബൽറാമിന് മുന്നിൽ മന്ത്രി MB രാജേഷിന് കാലിടറി. ജില്ലയിൽ 7 ഇടത്ത് ജയിച്ച LDF മേധാവിത്വം കാട്ടിയെങ്കിലും 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇക്ബാൽ, അപ്പോൾ എന്തുകൊണ്ട് തോറ്റു? അതിനുള്ള കാരണമൊക്കെ ചമച്ച് എന്തെങ്കിലും ന്യായമൊക്കെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ ഇപ്പോഴും സ്നേഹിക്കുന്ന ആളുകൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അല്പം ആശ്വാസം കിട്ടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. പക്ഷേ അപ്പോഴും ഇവിടെ MB രാജേഷ് പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു. പാലക്കാട് മാത്രം കണ്ടു പ്രത്യേകത അവിടെ ഈ വിസ്മയങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ സുരേഷ് ആണെങ്കിലും PK ശശി ആണെങ്കിലും തോൽക്കുന്നതാണ് കണ്ടത്. അതോടൊപ്പം BJPക്കും പാലക്കാട് ഒരു റോളും ഉണ്ടായിരുന്നില്ല. ഷിഹാസ്, ചെറുതായിട്ടാണെങ്കിൽ പോലും പാലക്കാട് ജില്ലയിലും ഇടതുപക്ഷത്തിന് ഒരുന്ന് കാലിടറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ 12-ൽ 10 സീറ്റാണ് 2021 പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിനും LDFനും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 7ലേക്ക് ചുരുങ്ങുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ LDF മന്ത്രിമാരായിട്ടുള്ള MB രാജേഷിന്റെയും മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും സീറ്റുകൾ ഉൾപ്പെടെ ഇത്തവണ UDF നേടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തൃത്താലയിൽ മന്ത്രി MB രാജേഷ് 9,000-ഓളം വോട്ടുകൾക്കാണ് VT ബൽറാമിനോട് പരാജയപ്പെട്ടത്. ചിറ്റൂരിലാണെങ്കിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി 2 തവണ വിജയിച്ച് മന്ത്രിയായിട്ടുള്ള മണ്ഡലമാണ്. അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതൻ 6,500-ഓളം വോട്ടുകൾക്കാണ് LDFനെ പരാജയപ്പെടുത്തിയത്. ചിറ്റൂരിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള V മുരുകദാസിനെതിരെ അപര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, P മുരുകദാസ് അവിടെ UDFിന്റെ ലീഡിനേക്കാൾ വോട്ട് അധികമായി നേടി എന്നുള്ളതാണ്. അവിടെ LDFിന്റെ അപരനായിട്ടുള്ള P മുരുകദാസ് 6,984 വോട്ടുകളാണ് നേടിയത് ചിറ്റൂരിൽ. അതാണ് അവിടെ LDFന് ഒരു തിരിച്ചടി ഉണ്ടായത്. V മുരുകദാസ്, അതായത് LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള മോതിരത്തിന് സമാനമായിട്ടുള്ള ചിഹ്നമായിരുന്നു അപരനായിട്ടുള്ള P മുരുകദാസിന്റെയും നെക്നസ് ചിഹ്നമായിരുന്നു. അതാണ് വലിയ രീതിയിൽ തിരിച്ചടി ആയത് ചിറ്റൂരിൽ നിന്നുള്ളതാണ് LDF വിലയിരുത്തി പോകുന്നത്. മാത്രമല്ല കോങ്ങാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്നുവരെ LDFന് നഷ്ടപ്പെടാത്ത മണ്ഡലമാണ്. അവിടെ KA തുളസിയിലൂടെ UDF കോങ്ങാട് മണ്ഡലം നേടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ശാന്തകുമാരി 3000-ലധികം വോട്ടുകൾക്കാണ് കോങ്ങാട് മണ്ഡലത്തിൽ തോൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. പാലക്കാടും മണ്ണാർക്കാടും UDF നിലനിർത്തിയിരുന്നു. പാലക്കാട് ഇത്തവണ രമേശ് പിഷാരടി 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ മണ്ണാർക്കാട് ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയാണ് N ശംസുദ്ദീൻ ഇത്തവണ വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നത്. ഇത്തവണ 7 സീറ്റുകളിൽ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ LDFന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത് പട്ടാമ്പി CPIയുടെ മുഹമ്മദ് മുഹ്സിനാണ് പട്ടാമ്പിയിൽ ജയിച്ചത്. ഒറ്റപ്പാലത്ത് PK ശശി വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കുമെന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും ഒറ്റപ്പാലത്ത് LDFന് വലിയ രീതിയിൽ ക്ഷീണം ചെയ്തിട്ടുള്ള അവിടെ K പ്രേംകുമാർ തന്നെ ഒറ്റപ്പാലം ഇത്തവണ നിലനിർത്തുകയായിരുന്നു. ഷൊർണൂരിൽ P മമ്മിക്കുട്ടിയും നിലനിർത്തി. മലമ്പുഴയിൽ A പ്രഭാകരനും വിജയിച്ചപ്പോൾ ആലത്തൂരിൽ TM ശശി വിജയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. LDF സ്ഥാനാർത്ഥിയായിരുന്നു TM ശശി. നെന്മാറയിൽ A തങ്കപ്പൻ, DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള UDF സ്ഥാനാർത്ഥി A തങ്കപ്പൻ വലിയ രീതിയിലുള്ള മത്സരമാണ് നെന്മാറയിൽ കാഴ്ചവെച്ചത്. അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള K പ്രേമനും വിജയിച്ചു കയറുകയായിരുന്നു അവസാന ഘട്ടത്തിൽ. തരൂരിൽ LDF ആദ്യഘട്ടം മുതൽ തന്നെ ലീഡ് ചെയ്യുകയും അവിടെ PP സുമോദ് ഇത്തവണയും മണ്ഡലം നിലനിർത്തുകയായിരുന്നു. BJP വലിയ രീതിയിൽ പാലക്കാട് ജില്ലയിൽ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ പാലക്കാട് മണ്ഡലത്തിലും അതുപോലെ തന്നെ മലമ്പുഴയിലും ഇത്തവണയും BJPക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഒറ്റപ്പാലത്തും ഷൊർണൂരിലുമെല്ലാം വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു മുന്നേറ്റത്തിലേക്ക് മറ്റ് മണ്ഡലങ്ങളിൽ പാലക്കാട് ജില്ലയിൽ BJPക്ക് കടക്കാൻ സാധിച്ചില്ല. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലും LDFന് ചെറുതാണെങ്കിൽ പോലും വലിയ രീതിയിൽ ക്ഷീണം ചെയ്തിട്ടുണ്ട്. നേരത്തെ 10 മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിൽ LDFന് സുരക്ഷിതമായി തന്നെ ഉണ്ടായിരുന്നു, അവരുടെ കോട്ടയായി ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിലും ഇത്തവണ അത് 7ലേക്ക് ചുരുങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മാത്രമല്ല UDF 2-ൽ നിന്നും 5ലേക്ക് പാലക്കാട് ജില്ലയിൽ കുതിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. യെസ്, അപ്പോൾ പാലക്കാട്ടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇക്ബാൽ അറക്കൽ പങ്കുവച്ചത്.